ശ്രീ കെ കുഞ്ഞിരാമൻ, സർക്കാരിന് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി റോളുണ്ട് എന്ന് സ്വാമി സച്ചിദാനന്ദ പറയുകയാണ്. സർക്കാർ ഇടപെടണം, ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കണം. അത് അത്തരത്തിൽ ഉണ്ടാകുമോ? നമുക്കറിയാം, പല വിഷയങ്ങളിലും വിശ്വാസപരമായ വിഷയങ്ങളിൽ ഇടപെട്ട് കൈവള്ളിയ ഒരു സർക്കാരിനോട് ഇത് ആവശ്യപ്പെടുക എന്ന് പറയുന്നതിലും ഒരു പ്രശ്നമുണ്ട്. ശ്രീ കുഞ്ഞിരാമൻ, ഈ പ്രശ്നം വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ്. ഗുരുവായൂര് അമ്പലത്തിൽ യേശുദാസിന് പ്രവേശനം കൊടുക്കാൻ വേണ്ടി പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ചർച്ച. ഞാൻ പറയുന്നത്, ഗുരുവായൂർ അമ്പലത്തിന്റെ ദേവസ്വം ഭാരവാഹികളും അതുപോലെ അവിടുത്തെ തന്ത്രിമാരും ഒന്നിച്ചു ചേർന്ന് യേശുദാസിനെ ക്ഷണിച്ചുകൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ടുവരണം അമ്പലത്തിൽ. അതാണ് ഏറ്റവും വലിയ മഹത്വം. അതിന് എന്തൊക്കെ സാങ്കേതികത്വം പറഞ്ഞ്, ഇപ്പൊ നേരത്തെ സംസാരിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെ സാങ്കേതികത്വം പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ഈ പൊതുസമൂഹത്തോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ മര്യാദകളാണ്. ഈ കാലഘട്ടം എഴുതുന്നതിനെ കുറിച്ച് നമുക്ക് ഓർക്കാൻ വേണ്ടിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് നമുക്ക് ഓർമ്മയുണ്ട്. 1931 മഹാനായ കേളപ്പന്റെ നേതൃത്വത്തിൽ ആ സമരം നടന്നപ്പോൾ കൃഷ്ണപിള്ളയും AKജിയും അതിന്റെ വളണ്ടിയർമാരായിരുന്നു. ചരിത്രം ഞാൻ പോകുന്നില്ല. അന്നെന്താ അവർ പറഞ്ഞത്? ഹിന്ദുക്കളായ പാവപ്പെട്ടവർക്കും പിന്നോക്ക ജാതിക്കാർക്കും വേണ്ടത്തെ പ്രവേശനമാണെന്നല്ലേ. അന്ന് നമ്മളെ തന്ത്രിമാരും നമ്മളെ ക്ഷേത്രം പരാതികൾ എന്താ പറഞ്ഞത്? ഇത് കയറാൻ വേണ്ടി പാടില്ല, അശുദ്ധിയായി പോകുന്നല്ലേ. ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ മലയാളം. എങ്ങനെയാ അത് മാറ്റിയത്? നിയമം കൊണ്ടാണ്. ഈ അന്നത്തെ തന്ത്രിമാരും ബന്ധപ്പെട്ടവരും ഗവൺമെന്റും അല്ലെങ്കിൽ ആലോചിച്ച് മാറ്റാൻ തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പിലായി. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഗുരുവായൂർ മാത്രമല്ല വൈക്കം സത്യാഗ്രഹവും വൈക്കം ക്ഷേത്രവും എല്ലാം കേരളത്തിലും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഭക്തന്മാർക്കും പ്രവേശിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. ഒരു ജാതിയും മതം തടസ്സമല്ലായിരുന്നു. യേശുദാസിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചുപോയി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കേസ്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ അതിന് എതിർക്കപ്പെടാനൊന്നും പോകുന്നില്ല. ഞാൻ യേശുദാസിനെ കുറിച്ചിട്ട് നമുക്കെല്ലാവർക്കും അറിയില്ലേ. അദ്ദേഹം പറഞ്ഞതല്ലേ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. യേശുദാസ് എന്നൊരു മകൾ വ്യക്തിയെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഒരു പരിപാടി നടത്തി അദ്ദേഹത്തെ ആദരിച്ചാണ്ടല്ലോ. അത് ലോകത്തിന് മുമ്പിൽ നമ്മുടെ ക്ഷേത്രത്തിനും അതുപോലെ ഹിന്ദു സമൂഹത്തിനും വലിയ മതിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അഹിന്ദുക്കൾ ഇത് കയറാൻ വേണ്ടി പാടില്ല എന്ന നിയമം ഗവൺമെന്റ് ആലോചിക്കേണ്ടതാണ്. ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമമാണെങ്കിൽ ആ നിയമം അങ്ങനെ തിരുത്തേണ്ടത് പിന്നെ ഗവൺമെന്റ് ആലോചിച്ച് തിരുത്താനുള്ള നടപടി സ്വീകരിക്കണം. പക്ഷെ നിയമത്തിന് വേണ്ടി നമ്മൾ പോകണം. ഇപ്പൊ ശബരിമല ക്ഷേത്രം പറഞ്ഞാൽ അത് ഇത് ഈ ഗുരുവായൂർ പോലെയല്ല എന്ന് പറയുന്നു. നിങ്ങൾ അടുത്തൊക്കെ നമ്മുടെ തൊട്ടടുത്ത കർണാടകത്തിലാണല്ലോ ശ്രീ മൂകാംബിക. ആ മൂകാംബിക ദേവീ ക്ഷേത്രത്തിൽ എല്ലാ കൊല്ലവും അദ്ദേഹം വന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. മൂകാംബിക ക്ഷേത്രം മോശപ്പെട്ട ക്ഷേത്രമാണ്. അത് ഗുരുവായൂർ പോലെ തന്നെ ലോകത്ത് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് മൂകാംബിക. അവിടുത്തെ യേശുദാസ് വരുന്ന അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ തന്ത്രിമാരെ വീട്ടിലാണ് ഞാൻ താഴെ താമസിക്കുന്നത്. ലോഡ്ജിലൊന്നുമല്ല, അവിടെ തന്ത്രിയുടെ മനയിലാണ് അദ്ദേഹം താമസിക്കാറ്. അവർ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. അപ്പൊ ഗുരുവായൂർ മാത്രം ഈ തടസ്സം നിൽക്കുന്നത് നമ്മളെ സമൂഹത്തിനാകെ ഏറ്റവും അപമാനമാണ്. ഒരു കാരണവശാലും തടസ്സപ്പെടാൻ വേണ്ടി പാടില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവരണം എന്നാണ് എന്റെ അഭിപ്രായം. അതൊക്കെ ക്ഷണിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് അത്തരം നിലപാടുണ്ടാകുമോ എന്നുള്ളത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് പ്രശ്നം. അവിടെ സർക്കാരിന്റെ റോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. സർക്കാരിനോടാണ് ആവശ്യപ്പെടുന്നത്, ശിവഗിരി മഠം ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വേണം, സർക്കാരിനും റോൾ ഉണ്ടല്ലോ, സർക്കാരിന് ഇടപെടാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ നവോത്ഥാന സമിതിയൊക്കെ രൂപീകരിച്ച ഒരു സർക്കാരാണ്. CPM ഒക്കെ അതിന് മുന്നിൽ നിന്നവരാണ്. പിന്നെ ഇത്തരം വിഷയങ്ങളൊന്നും അവരെ കണ്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള ധൈര്യമുണ്ടോ എന്ന ചോദ്യം കൂടിയുണ്ട്. ധൈര്യക്കേടൊന്നുമില്ലട്ടോ. ഒരു ഗവൺമെന്റ് ആ ധൈര്യക്കേട് വരേണ്ട ആവശ്യമില്ല. ഇതൊരു നിയമപരമായ പ്രശ്നങ്ങളാണ്. അങ്ങനെ അദ്ദേഹത്തിന് കയറുന്നതിന് നിയമപരമായി തടസ്സമുണ്ടെങ്കിൽ ആ നിയമം മാറ്റുന്നത് ഗവൺമെന്റാണ്. അത് ഗവൺമെന്റ് ആലോചിക്കേണ്ടതാണ്. അതിന് ഒരു പ്രശ്നമില്ല. അതല്ല ഇവിടെ പ്രശ്നം. ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ഗവൺമെന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഈ യേശുദാസിനെ പോലൊരു മകൾ വ്യക്തിയെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് നമ്മുടെ സമൂഹത്തിന് ആ ക്ഷേത്രത്തിന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഗുണം ചെയ്യില്ല. എന്താണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞറിയോ? ഭക്തന്മാർ തരികിലേ മുക്തിക്ക് രസമുള്ളൂ. ഭക്തന്മാർ തന്നതെല്ലാം മുക്തിക്ക് രസം തന്നെ. അപ്പൊ ഇന്നല്ല 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഏത് മതത്തെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞു, ഏത് ജാതിയെ കുറിച്ചല്ല പറഞ്ഞു. ഭക്തന്മാർക്കെല്ലാം അദ്ദേഹം അനുഗ്രഹിക്കും എന്നാണ് പറഞ്ഞത്. ഭക്തന്മാർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു മഹാൻ വ്യക്തിയായിരുന്നു ശ്രീകൃഷ്ണൻ. ആ ദ്വാപരയുഗത്തിൽ ജനിച്ച് അദ്ദേഹം 5000 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഞാനത് നീട്ടി പറയുന്നില്ല. ഓരോ കാര്യങ്ങളും എല്ലാ ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഹിന്ദുവിനോ ഏത് ക്രിസ്ത്യാനിക്കോ മുസ്ലിമോ എന്ന് പറഞ്ഞില്ല.
അദ്ദേഹം പറഞ്ഞില്ല ഹിന്ദു മതത്തിലില്ല. ഏത് ക്ഷേത്രത്തിൽ പറഞ്ഞു ഹിന്ദുക്കൾക്ക് കയറാൻ വേണ്ടി പാടുള്ളൂ? കോടതി നിയമം അല്ലെങ്കിൽ ഗവർണർ ഒപ്പിട്ട നിയമമൊക്കെ പറഞ്ഞു. ഏത് ക്ഷേത്രത്തിന്റെ നിയമത്തിലായില്ല ഈ ഹിന്ദുക്കൾക്ക് കയറാൻ വേണ്ടി പാടുള്ളൂ? ഒരു തന്ത്രിമാൻ നിശ്ചയിക്കുന്നത്, തന്ത്രിമാൻ നിശ്ചയിച്ച കാര്യമെല്ലാം ഇപ്പൊ നടക്കുന്നുണ്ടോ? ശരി. ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 100 കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിലുണ്ടായ ക്ഷേത്ര നടപടിക്രമങ്ങളും തന്ത്രിമാരും അതുപോലെ ബന്ധപ്പെട്ട നടത്തിപ്പുകാരും തീരുമാനിച്ച് പല തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനം ഇന്ന് നടപ്പാക്കുന്നുണ്ടോ? എല്ലാം ഉണ്ടോ? ഒന്നുമില്ല. കാലത്തോട്ട് പലയാളും മാറ്റം വരുത്തി. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. ഈ 31 ക്ഷേത്ര പ്രവേശനത്തോടു കൂടി 36 ക്ഷേത്ര പ്രവേശനത്തോടു കൂടി എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും കയറാമെന്ന് പറഞ്ഞപ്പോ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അതിന്റെ പേരിൽ മോശപ്പെട്ടിട്ടുണ്ടെന്ന് ആർക്കും പറയാൻ വേണ്ടി കഴിയോ? ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രം എടുത്തു നിങ്ങൾ. അന്നൊക്കെ പഴയ ആൾ ഇറങ്ങി അവൻ പോയത് വരും. കുറ്റിപ്പുറവും തൃശ്ശൂരും വണ്ടി ഇറങ്ങി നടന്നിട്ട് പോയിട്ട് ഗുരുവായൂർ പോയതാണ്. ഇന്നത്തെ ആ ഗുരുവായൂർ എന്താ? എല്ലാ ജാതിക്കാരും ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയതിന്റെ ഫലമായി ആ ഗുരുവായൂരിൽ ഒരു കോട്ടവും വന്നിട്ടില്ല, നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. എത്ര ആയിരക്കണക്കിന് ആൾക്ക് വരാനും ഇന്ത്യയിലും ലോകത്തും അറിയപ്പെടുന്ന ഒരു പട്ടണമായി മാറാൻ, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമായി മാറാൻ കഴിഞ്ഞു എന്ന വസ്തുത. അപ്പൊ യേശുദാസ് വന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരാൻ വേണ്ടി പോകുന്നില്ല. ശരി, തിരിച്ചു വരാം.